ഈ മഴയുള്ള സമയത്ത് ഏലക്കൊക്കെ ഇട്ട് തിളപ്പിച്ച നല്ലൊരു കട്ടൻ ചായയും നല്ലൊരു കപ്പവടയും ഉണ്ടെങ്കിലോ നല്ല രസമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചെറിയൊരു കപ്പ കഷ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് നുറുക്കി അരച്ചെടുത്തിട്ടുണ്ട്, മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി വേണം, അതുപോലെ ഇഞ്ചി, പച്ചമുളക്, സവോള വേണം, അതുപോലെ കുറച്ച് മൈദപ്പൊടി, വളരെ കുറച്ച് മൈദപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ, വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി അതിലേക്ക് ഇടാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരെണ്ണം ഇട്ട് നോക്കി, എന്നിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നമുക്കതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് നല്ലതായിട്ട് വന്നു. അതുകൊണ്ട് ഞാൻ അടുത്തതായിട്ട് ഞാൻ അതിലും ചെറുതായിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് ഇട്ട് മൂപ്പിച്ചെടുത്തിട്ട്, എണ്ണ ഞാൻ കുറച്ചാട്ടോ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വറുത്തെടുക്കുക. ചെറിയ ഉരുളകളാക്കി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ നമുക്ക് ഇട്ട് കൊടുത്ത് കോരിയെടുക്കാൻ പറ്റും. അതുപോലെ 4 മണിക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ മഴയുള്ള സമയത്തോ 4 മണി സമയത്തൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ നമുക്കിതുപോലെ ഉണ്ടെങ്കിൽ, കപ്പയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ നല്ല വട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നല്ല രുചിയാണ് ഇതിന്. അപ്പോൾ ഈ മഴയുള്ള സമയത്തൊക്കെ, മഴ പുറത്ത് കേൾക്കാൻ നല്ല മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു കപ്പവടയും ഒരു നല്ല ആവി വറക്കണ ചായയൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല രസമല്ലേ. അപ്പോൾ അങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ.